വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് എയർ ഇന്ത്യ. ഇന്ധനവില കുതിച്ചുയരുന്നതിന്റെ പേരിലുള്ള വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ആഭ്യന്തര റൂട്ടുകളിൽ ദൂരത്തിനനുസരിച്ച് കൂടിയ സർചാർജ്. അന്താരാഷ്ട്ര റൂട്ടുകളിൽ സെക്ടർ തിരിച്ച് പ്രത്യേക നിരക്ക്. ഡൽഹി കേരള യാത്രയ്ക്ക് സർചാർജ് വർധന 900 രൂപയോളം. ഓസ്ട്രേലിയക്കെങ്കിൽ $280. കഴിഞ്ഞ 3 മാസങ്ങളിൽ ഇന്ത്യയിൽ വീട് വിൽപ്പനയിൽ 4% ഇടിവ്. ഉയർന്ന വില, ഇറാൻ യുദ്ധം, വിപണിയിലെ അനിശ്ചിതത്വം എന്നിവ മൂലമെന്ന് നൈറ്റ് ഫ്രാങ്ക് പഠനം. ക്വിക്ക് കൊമേഴ്സ് സ്റ്റാർട്ടപ്പായ സെപ്റ്റോയ്ക്ക് IPOയുമായി ഓഹരി വിപണിയിൽ ഇറങ്ങാൻ തത്വത്തിൽ അനുമതി നൽകി സെബി. 11,000 കോടിയോളം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ചർച്ചകളും കടലാസ് ജോലികളും പൂർത്തിയാക്കിയ ശേഷം അന്തിമാനുമതി. മാർച്ച് 31 അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ത്രൈമാസത്തിൽ വരുമാനത്തിൽ വൻ വർധന രേഖപ്പെടുത്തി കല്യാൺ ജുവല്ലേഴ്സ്. മുൻവർഷവുമായി തട്ടിച്ചു നോക്കിയാൽ 64%. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ആണ് പ്രധാനമായ കരുത്തായത്. കേരളത്തിലെ 2 ക്ഷേത്രങ്ങൾക്ക് 18 കോടി രൂപ സംഭാവന ചെയ്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനി. ഗുരുവായൂർ, തളിപ്പറമ്പ്, രാജരാജേശ്വരം ക്ഷേത്രങ്ങൾക്കാണ് സംഭാവന. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.